അങ്ങനെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 100K ഇൻട്രസ്റ്റ് ആണ് ബുക്ക് മൈ ഷോ ആപ്പിൽ. അതായത് ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിൽ 100K ഇൻട്രസ്റ്റ്. റിലീസിന് വെറും 17 ദിവസം ബാക്കി നിൽക്കെ 1 ലക്ഷം കഴിഞ്ഞിരിക്കാൻ ഇൻട്രസ്റ്റ് ഇപ്പോൾ 15 ആയിട്ടുണ്ട്. അപ്പം ആരാധകരൊക്കെ വൻ ഹാപ്പിയാണ്. കാരണം 17 ദിവസം ബാക്കി നിൽക്കെ 1 ലക്ഷം ഇൻട്രസ്റ്റ് എമ്പുരാന് നേടിയെടുക്കാൻ ബുക്ക് മൈ ഷോയിലോട്ട് നേടിയെടുക്കാൻ സാധിച്ചു. അതൊരു വലിയ റെക്കോർഡ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ബിലാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, അല്ലെങ്കിൽ ബിഗ് ബിയുടെ 2ാം ഭാഗമായ ബിലാൽ ഇടയ്ക്കൊന്ന് പ്രഖ്യാപിച്ച അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കോവിഡ് സമയത്തിന് തൊട്ട് മുമ്പ് നടക്കാനൊക്കെ ഇരുന്നിട്ട് കോവിഡ് വന്ന് പോയതിനു ശേഷം സ്റ്റോപ്പായ ഒരു പ്രോജക്റ്റായ ബിലാൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾ കയറി നോക്കണം. 1,47,000 തോടും ഞാൻ ഇപ്പം ലാസ്റ്റായിട്ട് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ബിലാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് അപ്പം എമ്പുരാനെക്കാളും ഹൈപ്പ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം ഇത്രയും വർഷം മുമ്പ് പരാജയപ്പെട്ട ഒരു സിനിമയുടെ 2ാം ഭാഗം എന്നുള്ള ഒരു രീതിയിൽ നോക്കുമ്പം ആ സിനിമയ്ക്ക് 1,47,000 ഇൻട്രസ്റ്റ് ഈ ബുക്ക് മൈ ഷോയിൽ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ എമ്പുരാന് വെറും 17 ദിവസം മാത്രം റിലീസാവാൻ എനിക്ക് 1 ലക്ഷം മാത്രമേ ആയിട്ടുള്ളൂ. ആ സിനിമ ഒരു ഇറങ്ങാനുള്ള സാധ്യത പോലും ഇല്ലാത്ത ഒരു സിനിമയ്ക്ക് 1,47,000 ഇൻട്രസ്റ്റ് ആണ് ബുക്ക് മൈ ഷോയിൽ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഇൻട്രസ്റ്റ് കിട്ടിയ സിനിമ എന്ന് പറയുന്നത് ബിഗ് ബി അല്ലെങ്കിൽ ബിഗ് ബിയുടെ 2ാം ഭാഗമായ ബിലാൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പ്രൊമോഷൻസ്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ ഇനി വെറും 16 ദിവസമേ ഉള്ളൂ. ഈ സിനിമയ്ക്ക് വേണ്ടി ആരും ഒരു ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എഡിറ്ററും ക്യാമറാമാനും ഒക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒരു നല്ലൊരു പ്രൊമോഷൻ കാണാനില്ല. ഈ സിനിമ റിലീസ് മാറ്റി വയ്ക്കുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ സംശയത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ റിലീസ് മാറ്റി വയ്ക്കാൻ പോലും സാധ്യത ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു പ്രൊമോഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം അവർക്ക് റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ എപ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ട്രെയിലറൊക്കെ സെൻസർ ചെയ്ത് 3 മിനിറ്റ് 51 സെക്കൻഡ് എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു എന്നുള്ളതല്ല. 15-ാം തീയതി എൻ്റെ ട്രെയിലർ ഇറങ്ങൂലെന്നും പറയുന്നു, അത് മാറ്റി വയ്ക്കുമെന്നും പറയുന്നു, മാറ്റി വയ്ക്കുമെന്നും പറയുന്നുള്ള സ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ അവർ ഈ സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനെ ലൈവ് സ്ട്രീമിൽ നിർത്താൻ വേണ്ടി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വെളിയിടും. പക്ഷേ ഇവർ ക്യാരക്ടർ പോസ്റ്റേഴ്സിൻ്റെ ഈ 2 വെച്ച് ദിവസം വിട്ട് അതിനെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് അങ്ങ് തീർന്നു. ഇനി ബാക്കിയുള്ള 17 ദിവസം അവർക്ക് കൊടുക്കാനുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആകെ ട്രെയിലർ മാത്രമാണ്. ട്രെയിലർ അവർക്കൊരു സമയമുണ്ട്, ആ സമയത്തിന് അവർ കൊടുക്കുള്ളൂ. 27-ാം തീയതി റിലീസാണെങ്കിൽ അവരൊരു 2 ആഴ്ചയ്ക്ക് മുമ്പേ ഇടുകയുള്ളൂ. അപ്പോൾ ഇനിയൊരു മിക്കവാറും അതൊരു 15-ാം തീയതി 16-ാം തീയതി വരാനുള്ള സാധ്യതയുണ്ട്. 16-ാം തീയതി വന്നാൽ പോലും ബാക്കി 10 ദിവസം ട്രെയിലർ കിടന്ന് കറങ്ങും. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ട്രെയിലറിൻ്റെ ഇത് തീരും. പിന്നെ അവർക്ക് പ്രൊമോഷന് വേണ്ടി കണ്ടന്റ് ഇല്ല, ഇന്റർവ്യൂസ് ആയിരിക്കും കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണെന്നുള്ള കാര്യം അവരുടെ പ്രസ് മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതായത് രാജമൗലി ചിത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് പോയി. അപ്പോൾ ഇതിനകത്ത് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ആകെ ഉള്ളത് മമ്മൂ മോഹൻലാലും ആശീർവാദ് സിനിമാസും പിന്നെ മുരളി ഗോപിയാണ്. അപ്പോൾ ഇവരെ കൊണ്ടൊക്കെ പൃഥ്വിരാജിന് പറ്റുന്നത് പോലെ പ്രൊമോഷൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം പൃഥ്വിരാജ് ആയിരുന്നെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് മുകളിലോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാണ്. പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ 2 പോസ്റ്റർ വെച്ച് വെളി വിടാതെ തന്നെ ഓരോ പോസ്റ്റർ വെച്ച് വിട്ടിരുന്നെങ്കിൽ പോലും ഇപ്പം വീണ്ടും ഒരു 8 കാണുമായിരുന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ ഇവർ കണ്ടന്റ് ഇല്ലാതെ വിഷമിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫാൻസുകാരുടെ അറുമാദിക്കലാണ്. കണ്ടന്റ് ഇല്ല അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ലൈവായിട്ട് നിർത്താൻ വേണ്ടിയുള്ള ഒരു ഫാക്ടേഴ്സും അവർ വെളിവിടുന്നില്ല. അങ്ങനെ ഇപ്പം അവിടെ ക്യാമറമാനെ സുജിത് വാസുദേവനും എഡിറ്ററിനെയൊക്കെ അവർ ഇന്റർവ്യൂ വിട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും എമ്പുരാന്റെ ഹൈപ്പ് നേരത്തെ കയറി നിന്ന ഹൈപ്പ് താന്നു പോയതിനെ ഉയർത്താൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഉള്ള ആരെങ്കിലും ഒരാൾ, അതായത് മുരളി ഗോപിയോ മോഹൻലാലോ അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസിന്റെ തലവനായ ആന്റണി പെരുമ്പാവൂരോ ആരെങ്കിലും ഒരു പ്രസ് മീറ്റോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും സംഘടിപ്പിക്കാതെ ഈ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും കയറി വരില്ല. ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ ആരാധകർക്കും ഇപ്പോൾ സംശയമാണ് 27-ാം തീയതി റിലീസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. കാരണം അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് മമ്മൂട്ടി ചിത്രങ്ങൾക്കാണ് ഇതേപോലെ പ്രൊമോഷൻ ഒന്നും കിട്ടാറില്ല, പ്രൊമോഷൻ ഒന്നും കൊടുക്കാൻ അറിഞ്ഞൂടാ. പക്ഷേ ഇവരിത് എന്താണ് കാണിക്കുന്നത്? നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടത് പോലെ അല്ല ഇപ്പം പോകുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.